ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം എൻ വിജയകുമാർ അറസ്റ്റിൽ. ക്രൈംബ്രാഞ്ച് ഓഫീസിലെ ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റ് ചെയ്തത്. സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടതിൽ വിജയകുമാറിന് അറിവുണ്ടെന്നാണ് കണ്ടെത്തൽ. വിജയകുമാറിനെ പ്രതി ചേർക്കാത്തതിനെ ഹൈക്കോടതി വിമർശിച്ചിരുന്നു. ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ നിന്ന് സിജോ വി ജോൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, ഈ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തവണ ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് അന്വേഷണ സംഘത്തെ വിമർശിച്ചത്. ഇത് ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത്. ഇപ്പോഴും എൻ വിജയകുമാർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ തന്നെയാണോ ഉള്ളത്? ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? എൻ വിജയകുമാർ ഇപ്പോഴും ക്രൈംബ്രാഞ്ച് ഓഫീസിലാണുള്ളത്. ഇന്ന് രാവിലെയാണ് എത്തിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരുന്നു. അത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് തീരുമാനമുണ്ടായതിനു ശേഷം മറ്റ് നടപടികളിലേക്ക് പോകാമെന്നുള്ള കണക്കുകൂട്ടലാണ് അന്വേഷണ സംഘത്തിന് ഉണ്ടായിരുന്നത്. അതിനിടെയാണ് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടാകുന്നത്, വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നു. അങ്ങനെ കുടുംബമാണ് അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നത്, എങ്കിൽ നിങ്ങൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകൂ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായി മറ്റ് തുടർ നടപടികളിലേക്ക് പോകണം. അതിൻ്റെ ഭാഗമായി അദ്ദേഹം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷ പിൻവലിച്ചു. പിന്നീടാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വൈകാതെ തന്നെ കോടതിയിൽ ഹാജരാക്കും. തിരുവനന്തപുരത്തെ കോടതിയിലാകാനാണ് സാധ്യതയെന്ന് തോന്നുന്നു. അക്കാര്യത്തിലുള്ള സ്ഥിരീകരണം വരേണ്ടതില്ല. കാരണം ഇന്ന് കൊല്ലം കോടതി അവധിയാണ്. ഒരുപക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികം ചിലപ്പോൾ തിരുവനന്തപുരത്തേക്കാം. അക്കാര്യത്തിൽ നമുക്ക് അല്പസമയത്തിനും തന്നെ ഒരു വ്യക്തത വരും. എന്തായാലും എൻ വിജയകുമാറിന്റെ പങ്ക് സ്ഥിരീകരിക്കുന്നത് സംബന്ധിച്ച കൃത്യമായ തെളിവുകൾ SITക്ക് ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിരുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളായ 2 പേരെ കേസിൽ പ്രതി ചേർക്കാത്തതെന്ന് ചോദിച്ചിരുന്നു. അങ്ങനെ എൻ വിജയകുമാറിനെ പ്രതി ചേർത്തു. പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തി മറ്റു നടപടികളിലേക്ക് പോവുകയാണ് ചെയ്തിരുന്നത്. ഈ ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതിൽ തങ്ങൾക്ക് അറിവില്ല എന്നുള്ളതായിരുന്നു, അല്ലെങ്കിൽ തങ്ങൾക്ക് പങ്കില്ല എന്നതായിരുന്നു ഇവർ നേരത്തെ നൽകിയിരുന്ന മൊഴി. പക്ഷേ അതിനുശേഷം പത്മകുമാർ അറസ്റ്റിലാകുന്നു. പത്മകുമാർ പറഞ്ഞിരുന്നത് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ കൂടി മറ്റംഗങ്ങളുടെ കൂടി അറിവോടുകൂടിയാണ് ഇത്തരത്തിൽ ഇടപാടുകൾ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അത് സ്ഥിരീകരിക്കുന്ന ചില തെളിവുകൾ കൂടി അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തു. എൻ വിജയകുമാറൊക്കെ ഒപ്പിട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ചില രേഖകളൊക്കെ അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്യുന്നു. ആ സാഹചര്യത്തിലാണ് അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം വൈകാതെ തന്നെ കടക്കുകയും ചെയ്തിരിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗമായ KP ശങ്കർദാസ് ആണ്. ശങ്കർദാസ് ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുൻകൂർ ജാമ്യാപേക്ഷയായി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതിൽ തീരുമാനമായ ശേഷം മറ്റ് തുടർ നടപടികളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘം. ഇപ്പോൾ എൻ വിജയകുമാറിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തിയ സ്ഥിതിക്ക് KP ശങ്കർദാസിലേക്ക് ഉടൻ തന്നെ കടക്കുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ സിജോ? അത് അദ്ദേഹത്തിന്റെ പങ്ക് സംബന്ധിച്ച പ്രധാനപ്പെട്ട തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ചില നിർണായക രേഖകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ അറസ്റ്റ് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമായതിനു ശേഷം മാത്രമായും ഉണ്ടാകുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി KP ശങ്കർദാസ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, നേരത്തെ പത്മകുമാർ അറസ്റ്റിലായതോടുകൂടിയാണ് CPM വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലാകുന്നത്. CPMന്റെ മുതിർന്ന നേതാവ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമൊക്കെയാണ്. അദ്ദേഹം അറസ്റ്റിലായതിനു ശേഷം ഒരു രാഷ്ട്രീയ പ്രതിരോധം CPM തീർത്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ എൻ വിജയകുമാറിന്റെ അറസ്റ്റോടുകൂടി, കാരണം CPMന്റെ നോമിനി ആയിട്ടാണ് എൻ വിജയകുമാർ വരുന്നത്, ബോർഡ് മെമ്പറായിട്ട് വരുന്നത്. അദ്ദേഹത്തിന്റെ കൂടി അറസ്റ്റോടുകൂടി CPM കൂടുതൽ പ്രതിരോധത്തിലാകുകയാണ്. ഇവർക്കെതിരെ എന്തെങ്കിലും മറ്റു നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് എനിക്ക് ായി എന്ന് പറയുമ്പോഴും ഒരു നടപടിയിലേക്ക് കടക്കാൻ പാർട്ടി നേതൃത്വം ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അന്വേഷണം നടക്കട്ടെ, കൂടുതൽ തെളിവുകൾ ലഭിക്കട്ടെ എന്നൊക്കെയായിരുന്നു പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ വിജയകുമാർ ഇപ്പോൾ അറസ്റ്റിലായ സ്ഥിതിക്കും ഒരു നടപടിയിലേക്ക് കടക്കുമെന്നൊന്നും നമുക്ക് കരുതാൻ കഴിയില്ലല്ലോ സിജോ. അതെ, നമ്മളത് വളരെ വേഗത്തിൽ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ എന്തായാലും ഒരു തിരുത്തൽ നടപടികൾ ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം പാർട്ടി നേതൃത്വവും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയൊക്കെ നേരത്തെ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം വലിയ രീതിയിൽ പാർട്ടിക്ക് ദോഷമുണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. അതിൻ്റെ തിരുത്തൽ നടപടിയുടെ ഭാഗമായി ഇവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള തുടർ നടപടികൾ ഉണ്ടാകുമെന്നുള്ളൊരു സാധ്യതയാണ്. പക്ഷേ അത് എപ്പോഴും ഉണ്ടാകുമെന്ന് അറിയില്ല. അത് നമ്മൾ കാത്തിരുന്ന് കാണണം. എന്തായാലും CPMനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി പ്രതിരോധത്തിലാകുകയാണ് ഈ അറസ്റ്റോടുകൂടി എന്ന് പറയേണ്ടി വരും. കാരണം പത്മകുമാറിന് പിന്നാലെയാണ് CPMന്റെ അന്നത്തെ ഒരു നോമിനി ആയിട്ടുള്ള ഒരു
ഒരു പ്രധാനപ്പെട്ട വ്യക്തി, അന്നത്തെ ബോർഡ് അംഗം എന്ന നിലയിൽ തന്നെയാണ്. അതാണ് ഇതിൻ്റെ വളരെ പ്രസക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത്. കാരണം ഇതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥ തലത്തിലാണ് എന്നുണ്ടെങ്കിൽ പോലും അത് നമുക്ക് ഉദ്യോഗസ്ഥരാണ് എന്നുള്ളത് പറഞ്ഞു നിർത്താം. പക്ഷേ അന്ന് CPM നോമിനേറ്റ് ചെയ്തിരിക്കുന്ന അംഗമാണ്. സ്വാഭാവികമായും ഇനി എത്രത്തോളം അവർ പ്രതിരോധിച്ച് നിൽക്കാൻ സാധിക്കുമെന്ന് അറിയില്ല. എന്ത് നടപടിയാണ് CPM അതിൽ സ്വീകരിക്കുക എന്നുള്ളതെന്നും കാത്തിരുന്ന് കാണുകയും ചെയ്യണം. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് എന്തായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. പക്ഷേ ഈ അന്വേഷണ പുരോഗതിയെ സംബന്ധിച്ച് അന്വേഷണ സംഘം എന്താണ് പറയുന്നത്? ഇനിയിപ്പോൾ ആരിലേക്കൊക്കെ അന്വേഷണം നീളാനുള്ള സാധ്യതയാണ് കാണുന്നത്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2 കേസുകളാണ് ഇത് FIR-കളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ FIR-കളിൽ ഇനി അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ളത് എന്ന് പറയുന്നത് പ്രതിയേർക്കപ്പെട്ട, സ്വാഭാവികമായും ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ KP ശങ്കർദാസ് ഉണ്ട്. അതല്ലാതെ ഒരാൾ അറസ്റ്റിലാകാനുള്ള സാധ്യത എന്ന് പറയും, അറസ്റ്റിലാകേണ്ട അല്ലെങ്കിൽ മറ്റു നടപടികളിലേക്ക് പോകേണ്ടതെന്ന് പറയുന്നത് അന്നത്തെ ദേവസ്വം സെക്രട്ടറി ആയിട്ടുള്ള ജയശ്രീയാണ്. ജയശ്രീയുടെ അറസ്റ്റ് കോടതി താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ട്. അവർ സുപ്രീം കോടതിയിൽ വരെ പോയതിനു ശേഷമാണ് അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ കോടതിയെ സമീപിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നത്. അങ്ങനെ ഈ വ്യക്തികളുടെ പങ്ക് സംബന്ധിച്ചാണ് ഉള്ളത്. പിന്നീട് ദേവസ്വം ബോർഡിലായിരിക്കും. ആദ്യം മുതൽ തന്നെ ഈ വിഷയം വലിയ രാഷ്ട്രീയ പ്രാധാന്യം ലഭിക്കുന്നത് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അപ്പുറത്തേക്ക് അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെ പങ്കുണ്ട് എന്നുള്ളത് സംബന്ധിച്ച ചില വിവരങ്ങളാണ്, മൊഴികളൊക്കെയാണ്. ഇനി ആ തരത്തിലേക്ക് അന്വേഷണം പോകുമോ, അതല്ല എന്നുണ്ടെങ്കിൽ അത് സ്ഥിരീകരിക്കുന്ന എന്തെങ്കിലും വിവരങ്ങളുണ്ട്, അവർക്ക് പങ്കുണ്ടെന്നല്ല കേട്ടോ, അങ്ങനെയല്ല നമ്മൾ പറയുക. അത് സ്ഥിരീകരിക്കുന്ന എന്തെങ്കിലും വിവരങ്ങളോ മൊഴികളോ കൂടുതൽ തെളിവുകളോ ഉണ്ടോ എന്ന് സ്വാഭാവികമായി അന്വേഷണത്തിലേക്ക് പോകും. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിരിക്കുന്ന സ്വർണം, അതായത് ദ്വാരപാലക ശില്പവും കട്ടളപ്പാളിയും ഉരുക്കി അതിനുശേഷം സ്മാർട്ട് ക്രിയേഷൻസിലെ 106 ഗ്രാം സ്വർണ്ണമാണ് പണിക്കൂലിയായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നീട് ഇത് ഉരുക്കി കുറച്ച് സ്വർണ്ണം അതിൽ പൂശുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് വന്നത് 474 ഗ്രാം സ്വർണ്ണമാണ്. ഇത് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് നേരെ ബെല്ലാരിയിലെ ജുവല്ലറിയുടെ ഉടമയായ ഗോവർദ്ധന് കൊടുത്തു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഗോവർദ്ധൻ പറയുന്നത് അവിടെ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്ന സ്വർണ്ണം എന്ന് പറയുന്നത് അതിന് തത്തുല്യമായ ഗോൾഡാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിരിക്കുന്ന സ്വർണം എവിടെ എന്നുള്ളതാണ്. അതും ഇനി അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുണ്ട്. അതോടൊപ്പമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് കഴിഞ്ഞ ദിവസം ഒരു പ്രവാസി വ്യവസായി നൽകിയിരിക്കുന്ന മൊഴി ശബരിമലയിൽ നിന്ന് ഈ പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തി എന്നുള്ളത് സംബന്ധിച്ച് അതിലും നിർണായകമായ ചോദ്യം ചെയ്യലൊക്കെ അന്വേഷണ സംഘം നടത്താനിരിക്കുകയാണ്. നാളെയാണ് ഇതിൽ ഈ പഞ്ചലോഹ വിഗ്രഹങ്ങൾ കൊണ്ടുപോയി എന്ന് പറയുന്ന D മണിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി അന്വേഷണ സംഘം വിളിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ ദിണ്ടികളിലൊക്കെ വെച്ച് 1-2 ദിവസം ചോദ്യം ചെയ്തെങ്കിലും കൃത്യമായ വിവരങ്ങൾ അദ്ദേഹം നൽകിയിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് വീണ്ടും വിളിപ്പിച്ച് വരുത്തി വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘം കിടക്കുകയും ചെയ്തിരിക്കുന്നത്. ആ തരത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നത്.